ഞങ്ങളുടെ കയ്യിൽ 24 ലക്ഷം രൂപയുണ്ട്. ഇനിയും 16 ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ കഴിയുന്ന സഹായം എനിക്ക് ചെയ്യണം. എൻ്റെ മക്കളോട് ഒരുമിച്ച് ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. അസ്സലാമു അലൈക്കും. എൻ്റെ മോൾക്ക് ഭക്ഷണം കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ല. ബാത്റൂമിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ മോളെ ശരീരം മൊത്തം നീലം പായിക്കും. എൻ്റെ മോളെ നിങ്ങളെല്ലാവരും സഹായിക്കണം. ഞങ്ങളെ കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. 24 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ അടച്ചിട്ടുണ്ട്. ബാക്കി 16 ലക്ഷം രൂപയും കൂടെ ഞങ്ങൾക്ക് വേണം. ഞങ്ങളെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല, ഒരു വഴിയുമില്ല ഞങ്ങൾക്ക്. എനിക്ക് സഹിക്കാൻ വയ്യ എൻ്റെ മോളെ രംഗം കണ്ടിട്ട്. എൻ്റെ മോളെ കണ്ടുനീര് നിങ്ങളാരും കാണാതെ പോകല്ലോ. അസ്സലാമു അലൈക്കും. ഞാൻ കൊല്ലം ജില്ല പള്ളമുക്കില്ല ഷഹർനിസയാണ്. ഞാൻ കഴിഞ്ഞ 14 വർഷക്കാലമായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തിൻ്റെ ഉടനെ ചികിത്സയിലാണ്. എനിക്കിപ്പോൾ ലങ്സ് മാറ്റി വെക്കണം. അതിന് 46 ലക്ഷം രൂപയോളം ഉണ്ടെങ്കിലേ എൻ്റെ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, റഫീഖാണ്. ഞാനിപ്പോൾ കൊല്ലം പള്ളിമുക്കിൽ കൂറ്റാത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ഷെഹ്റുന്നിസ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത്ത കഴിഞ്ഞ 14 വർഷത്തോളമായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ്. ഒരു ദിവസം ഇപ്പോൾ 2 ഓക്സിജൻ സിലിണ്ടറിന്റെയും അതുപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെയും സഹായത്തോടു കൂടിയാണ് ഇത്താടെ ജീവൻ നിലനിർത്തി വരുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ചെന്നൈ കാവേരി ഹോസ്പിറ്റലിൽ നിന്ന് ഇത്താടെ ലങ്സ് റീപ്ലാന്റ് ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം 41 ലക്ഷം രൂപയുടെ മുകളിലാണ് എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ലവരായ ഇവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി 24 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ അഡ്വാൻസ് അടച്ചിട്ടുണ്ട്. ഇനി സർജറി നടക്കണമെങ്കിൽ 16 ലക്ഷം രൂപ കൂടെ ഇവർക്ക് ആവശ്യമുണ്ട്. യാതൊരുവിധ നിവൃത്തിയുമില്ലാത്തൊരു അവസ്ഥയായതുകൊണ്ടാണ് വീണ്ടും ഇവർ നിങ്ങളുടെ മുമ്പിൽ ഒരു അപേക്ഷയായിട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്നവര് നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഈ തട സർജറിക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്.